ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത വിഹിതമായ 18,000 കോടി രൂപ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ചടങ്ങ്. രാജ്യത്തെ 9 കോടി കർഷക കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 6 സംസ്ഥാനങ്ങളിലെ കർഷകരുമായി ചടങ്ങിൽ പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ദർശനങ്ങളാണ് ആത്മനിർഭർ ഭാരത് സംരംഭത്തിന്റെ ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വഭാരതി സർവകലാശാലയുടെ 100ാം വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സർവകലാശാല 100ാം വയസ്സിലേക്ക് കടക്കുന്ന ഈ മുഹൂർത്തം മുഴുവൻ ഭാരതീയർക്കും അഭിമാനം പകരുന്നതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ 2ാം 100-ദിന പരിപാടിയുടെ ഭാഗമായി 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനുവരി 1 മുതൽ ക്ഷേമ പെൻഷനുകൾ 100 രൂപ വർദ്ധിപ്പിച്ച് 1,500 രൂപയാക്കും. സൌജന്യ പലവ്യഞ്ജന കിറ്റ് വിതരണം അടുത്ത 4 മാസം കൂടി തുടരും. 80 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 100 ദിവസത്തിനുള്ളിൽ 5,700 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യും. 4,300 കോടിയുടെ 644 പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പൂർത്തീകരിച്ച ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 2ാം ഘട്ട 100-ദിന പരിപാടിയിലൂടെ 50,000 പേർക്ക് തൊഴിൽ നൽകും. 20 മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകളായി ഉയർത്തും. കെ ഫോൺ പദ്ധതി ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ഓണക്കാലത്ത് 100-ദിന കർമ്മ പരിപാടി പ്രഖ്യാപിച്ച് ജനങ്ങളെ കബളിപ്പിച്ച മുഖ്യമന്ത്രി ക്രിസ്മസ് കാലത്ത് അതേ തന്ത്രവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഓണക്കാലത്ത് പ്രഖ്യാപിച്ച 100-ദിന പരിപാടികളിൽ മിക്കവയും ഇനിയും നടപ്പാക്കിയിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. 500,000 പേർക്ക് തൊഴിൽ നൽകും. 5 ലക്ഷം കുട്ടികൾക്ക് ലാപ്ടോപ്പ് നൽകും. കയർ മേഖലയിൽ ഓരോ ദിവസവും ഓരോ യന്ത്രവൽകൃത ഫാക്ടറികൾ തുറക്കും. 2ാം കുട്ടനാട് പാക്കേജ് നടപ്പാക്കും. 1.5 ലക്ഷം കുടിവെള്ള കണക്ഷനുകൾ നൽകും തുടങ്ങിയ മോഹന വാഗ്ദാനങ്ങളാണ് പഴയ 100-ദിന കർമ്മ പരിപാടിയിൽപ്പെടുത്തിയിരുന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേരളത്തിൽ ഇന്ന് 5,177 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. 4,801 പേർ രോഗമുക്തി നേടി. ഒരു റിപ്പോർട്ട്. തൃശൂർ 591, കൊല്ലം 555, എറണാകുളം 544, കോഴിക്കോട് 518, കോട്ടയം 498, മലപ്പുറം 482, പത്തനംതിട്ട 405, തിരുവനന്തപുരം 334, പാലക്കാട് 313, ആലപ്പുഴ 272, കണ്ണൂർ 263, വയനാട് 165, ഇടുക്കി 153, കാസർഗോഡ് 84 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 56,073 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 9.23 രോഗസ്ഥിരീകരണ നിരക്ക്. 22 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,914 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 108 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4,542 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 475 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 52 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. ഇന്ന് 3 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 4 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ ആകെ 459 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. എറണാകുളം ജില്ലയിൽ ഇന്ന് 544 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 412 പേർക്കും സമ്പർക്കം വഴിയാണ് രോഗം ബാധിച്ചത്. 6 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. 979 പേർ രോഗമുക്തി നേടി. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 518 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിദേശത്തു നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരിൽ 15 പേർക്കുമാണ് ഇന്ന് രോഗം ബാധിച്ചത്. 12 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 490 പേർക്കാണ് രോഗം ബാധിച്ചത്. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 577 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 225 പേരാണ്. 20 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 2,176 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് 4 കേസും രജിസ്റ്റർ ചെയ്തു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95.75% ഉയർന്നു. ഇന്നലെ 30,000-ഓളം പേരാണ് രോഗമുക്തരായത്. രാജ്യത്ത് ഇതുവരെ 96,93,000 പേരാണ് കോവിഡിൽ നിന്ന് മുക്തി നേടിയതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2,83,000 പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. അതേസമയം ഇന്നലെ 24,712 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 312 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ കാണപ്പെട്ട ഷിഗല്ല രോഗം വ്യാപനത്തിന്റെ ഘട്ടം എത്തിയിട്ടില്ലെന്ന് ഡിഎംഒ ഡോക്ടർ വി ജയശ്രീ അറിയിച്ചു. ഫറോക്ക് കല്ലമ്പാറ കഷായപ്പടിയിൽ കഴിഞ്ഞ ദിവസം കാണപ്പെട്ട ഷിഗല്ല രോഗാണുവിന് നേരത്തെ കാണപ്പെട്ട കോട്ടംപറമ്പിലേതുമായി ബന്ധമില്ലെന്ന് ജയശ്രീ അറിയിച്ചു.
കോഴിക്കോട് ഫറോക്ക് നഗരസഭയിൽ 1 വയസ്സുള്ള കുട്ടിക്ക് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് കിണറുകളിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് റീജിയണൽ അനലിറ്റിക്കൽ ലാബിലേക്ക് അയച്ചു. ഇവിടങ്ങളിൽ ക്ലോറിനേഷൻ നടത്തുകയും ചെയ്തു. സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത 50നും 65 പ്രായപരിധിയിലുള്ള മുതിർന്ന പൌരന്മാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് നവജീവൻ എന്ന പേരിൽ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു. അർഹരായവർക്ക് തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് സർക്കാർ സബ്സിഡിയോടെ വായ്പ അനുവദിക്കും. മുതിർന്ന പൌരന്മാരുടെ വിജ്ഞാനവും പ്രവൃത്തി പരിചയവും സമൂഹ നന്മയ്ക്ക് പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ലക്ഷ്യം കൂടി ഈ പദ്ധതിക്കുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ തെരുവ് വിളക്കുകളും LED ആക്കി മാറ്റുന്ന പദ്ധതി നടപ്പാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 3 മാസം കൊണ്ട് പദ്ധതി പൂർത്തിയാകും. സംസ്ഥാനത്തെ വിവിധ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 721 പുതിയ അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സഭാ വിഷയങ്ങളിൽ കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭാ പ്രതിനിധികൾക്ക് ഈ മാസം അവസാനവും അടുത്ത മാസം ആദ്യവും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിക്കുമെന്ന് മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള. ഇക്കാര്യത്തിൽ ഇവർ ഉന്നയിച്ച പരാതികളും നിവേദനങ്ങളും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ ഇടപെടുന്നത് മതപരമോ രാഷ്ട്രീയ ലക്ഷ്യമോ മുൻനിർത്തിയല്ലെന്നും തനിക്ക് ലഭിച്ച നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷങ്ങൾക്കായി ദേവാലയങ്ങൾ ഒരുങ്ങി. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ നാളെ ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. പാതിര കുർബാനയോടെയാണ് ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ഇത്തവണ ക്രിസ്തുമസ് ആഘോഷങ്ങൾ. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും രാജ്യത്തെ ജനങ്ങൾക്ക് ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആഘോഷിക്കേണ്ട ഉത്സവമാണ് ക്രിസ്തുമസ് എന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിപ്രായപ്പെട്ടു. യേശുദേവൻ പിറന്നതിന്റെ ആഘോഷമായ ക്രിസ്തുമസ് ഭൂമിയിൽ സമാധാനം എന്ന മഹത്തായ സന്ദേശമാണ് നൽകുന്നതെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. സാഹചര്യം പരിഗണിച്ച് ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ജനുവരി 1 വിദ്യാലയങ്ങൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ കൊല്ലം ജില്ലയിലെ മുഴുവൻ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർക്കും കോവിഡ് പരിശോധന നടത്തുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. ശ്രീലത അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം പ്രതിനിധി നീരജ് ലാൽ. അധ്യാപകരുടെ RT-PCR പരിശോധനയ്ക്കായി ഈ മാസം 28, 29, 30 തീയതികളിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിലും എല്ലാ താലൂക്ക് ആസ്ഥാന ആശുപത്രികളിലും പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തും. ആന്റിജൻ പരിശോധന എല്ലാ പ്രാഥമിക സാമൂഹ്യ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ഈ മാസം 30, 31 തീയതികളിൽ നടത്തും. സ്കൂൾ പഠന പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും രക്ഷിതാക്കളും പാലിക്കേണ്ട കോവിഡ് നിയന്ത്രണ മാനദണ്ഡങ്ങൾ അടങ്ങിയ പോസ്റ്ററുകൾ മാസ് മീഡിയ വിഭാഗം തയ്യാറാക്കി വിതരണം ചെയ്യും. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോവിഡ് പ്രോട്ടോകോൾ സംബന്ധിച്ച പരിശീലനം എല്ലാ വിദ്യാലയങ്ങൾക്കും നൽകുമെന്നും DMO അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമത്തിനെതിരെ പ്രമേയം പാസാക്കുന്നതിന് ഡിസംബർ 31 നിയമസഭ വിളിക്കാൻ തീരുമാനം. ശുപാർശ ഗവർണർക്ക് അയക്കാൻ ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് നേരത്തെ ഗവർണർ അനുമതി നിഷേധിച്ച സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ വീണ്ടും ശുപാർശ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ സമാപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, സംഘടനാ കാര്യങ്ങൾ തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ കമ്മിറ്റി ചർച്ച ചെയ്തു. സംസ്ഥാനത്തെ BJPയുടെ പ്രധാന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പുതിയ ഉപഭോഗ സംസ്കാരം വളർത്തിയെടുക്കേണ്ടതുണ്ടെന്ന് ഭക്ഷ്യ ഉപഭോക്തൃകാര്യമന്ത്രി P. തിലോത്തമൻ. ദേശീയ ഉപഭോക്തൃ ദിനത്തോടനുബന്ധിച്ച് ചൈത്രം ഹോട്ടലിലെ സമുന്നയ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശീയ ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ സപ്ലൈ ഓഫീസിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 വിഷയത്തിൽ നടന്ന സെമിനാർ കേരള കൺസ്യൂമർ അസോസിയേഷൻ മുഖ്യ രക്ഷാധികാരി അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ് ഉദ്ഘാടനം ചെയ്ത് വിഷയാവതരണം നടത്തി. രാജ്യത്ത് ഓഹരി വിപണികൾ ഇന്ന് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 529 പോയിന്റ് നേട്ടത്തിൽ 46,974-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 148 പോയിന്റ് ഉയർന്ന് 13,749-ലുമാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്.
2022 IPL സീസണിൽ 10 ടീമുകൾ മാറ്റുരയ്ക്കും 2 ടീമുകളെ കൂടി ടൂർണമെന്റിന്റെ ഭാഗമാക്കാനുള്ള നിർദ്ദേശത്തിന് BCCI അനുമതി നൽകി. ഇന്ന് അഹമ്മദാബാദിൽ ചേർന്ന BCCIയുടെ വാർഷിക പൊതുയോഗത്തിലാണ് തീരുമാനമുണ്ടായത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.